പ്രവാസലോകത്ത് വലിപ്പമേറിയ ജീവകാരുണ്യ പ്രവൃത്തിയും 100ഓളം ജീവനുകൾ രക്തം നൽകി രക്ഷിച്ച ഒരു മനുഷ്യൻ. ഒരുപക്ഷെ പ്രവാസികൾക്കിടയിൽ എന്ന് ഒരു ഫോൺ കോളിനകലെ ഓടിയെത്തുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ. ജീവിതം തന്നെ രക്തം നൽകാൻ വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു മനുഷ്യൻ. പച്ചയായ ഉണ്ണിപ്പുന്നാരം എന്ന് പറയുന്ന ആ മനുഷ്യസ്നേഹി, ആ ചേർത്തുവെപ്പിൻ്റെ ജീവിത മാതൃകയാണ് ഇന്ന് UAE വാർത്ത സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കാം. അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തകനായത്? പേരിനോ പ്രശസ്തിക്കോ അപ്പുറത്ത് ഓരോ മനുഷ്യനെയും രക്തം കൊണ്ട് ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന ആ വലിയ മനുഷ്യന് UAE വാർത്തയിലേക്ക് സ്വാഗതം. സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ണിപ്പുന്നാരം, ഉണ്ണിബ്രോ നമ്മൾ വിളിക്കാറുണ്ട്, സ്വാഗതം ചെയ്യുന്നു. വലിയ അഭിമാനവും സന്തോഷമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അങ്ങേ ഞാൻ ഈ ഒരു ഹോട്ട് സീറ്റിലിരുന്നതിൽ. കാരണം എൻ്റെ ഒരു സ്വപ്നമാണ് UAE വാർത്തയും, അതുപോലെ തന്നെ മാധ്യമ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഏടുമാണ്. അതുപോലെ പ്രവാസ ലോകത്ത് 4 നൂറ്റാണ്ടിലധികമായിട്ട് ജീവിതം ഒരു വ്രതം പോലെ, അതായത് രക്തം നൽകുക മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഒരാളുടെ ജീവൻ രക്ഷിക്കുക മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ. എങ്ങനെയാണ് ഈ യാത്ര തുടങ്ങിയത്? എന്തു പറയാനുണ്ട് ഈ സമയത്ത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് നന്ദിയുണ്ട് ബ്രോയുടെ. എന്നാണ് ഞാനിവിടെ വന്നതും വിസിറ്റ് ചെയ്തതൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഇത് കണ്ടപ്പോഴും. ഇതിലേക്ക് വന്നത് എൻ്റെ അച്ഛൻ്റെ സഹോദരന് 1999 ആ സമയങ്ങളിൽ ബ്ലഡ് ക്യാൻസറായിട്ട് ഒരു ആവശ്യം വന്നതാണ്. നമ്മൾ ഒരുപാട് പേരെ സമീപിച്ചിരുന്നു രക്തത്തിന് വേണ്ടിയിട്ട്. പക്ഷേ പല സമയങ്ങളിലും അത് കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തി. ആ സമയത്ത് നോക്കുമ്പോൾ അത് ഭാഗ്യവശാൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതലേ നമ്മൾ അത്യാവശ്യങ്ങൾ വരുമ്പോൾ, നാട്ടിൽ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തിരുന്നു. ടൈം പീരീഡ് ഒന്നും നോക്കാറില്ല. അതായത് ചിലപ്പോൾ ഒരു വട്ടം കൊടുത്ത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാവും ആവശ്യം വരും. ആ സമയത്ത് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ജോലി സംബന്ധമായിട്ട് 2003 ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടും നമ്മൾ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ പോയി കൊടുക്കാറുണ്ട്. അങ്ങനെ 2014 ഇവിടെ ബ്ലഡ് ഡൊണേഴ്സ് കേരള UAE, അതായത് നാട്ടിൽ തന്നെ ഉള്ളൊരു ഗ്രൂപ്പാണ് BDK ബ്ലഡ് ഡൊണേഴ്സ് കേരള. അതിൻ്റെ ഒരു ഘടകമായിട്ട് ഇവിടെ തുടങ്ങണതും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണതും. തുടങ്ങിയത് ഉണ്ണിയുടെ നേതൃത്വത്തിലാണോ? അതെങ്ങനെയാണ് ആ ഒരു BDKയുടെ ഒരു പിറവി? അത് തുടങ്ങിയത് നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ വിഘ്നേശ്വരൻ, പിന്നെ റഹീം, റജി, വിജയ് ബാബു, ഈ 3 പേര് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത് തുടങ്ങുന്നതോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ 3 ആളുടെ ആശയമായിരുന്നു ഇവിടെ തുടങ്ങുക എന്നുള്ളത്. അത് അന്ന് തൊട്ടിട്ട് നമ്മൾ ഒരുമിച്ചുണ്ട് യാത്രയിൽ. അതുപോലെ തന്നെ ഒരുപാട് മനസ്സുള്ള ഒരുപാട് പേര് കൂടെ ഉണ്ട്. അന്ന് തൊട്ടിട്ടേ ഒരു ലൈവായിട്ട് 10-50ഓളം വോളണ്ടിയേഴ്സ് നമ്മുടെ ഒപ്പം ഉണ്ട്. പലരും വരാറുണ്ട്, പോകാറുണ്ട്. അതായത് ജോലി സംബന്ധമായ തിരക്കുകളുണ്ട് പലർക്കും ചിലപ്പോൾ ഒരുപാട് കാലം നിൽക്കാൻ പറ്റാറില്ല. പക്ഷേ ഇപ്പോഴും ലൈവായിട്ട് ഇപ്പം ഇന്നലെ നമുക്കൊരു മൊബൈൽ യൂണിറ്റ് ഉണ്ടായിരുന്നു. ജോലി കഴിഞ്ഞിട്ടും നമ്മൾ വോളണ്ടിയേഴ്സ് അവിടെ വന്നിട്ട് വളണ്ടിയറിങ് ചെയ്യായിരുന്നു. ഇപ്പം എത്ര വോളണ്ടിയേഴ്സ് ഉണ്ടാവും ഏകദേശം? ഓൾമോസ്റ്റ് ഒരു 60ഓളം ലൈവായിട്ടുള്ള വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കൊരു 20,000+ നമ്മളെ ഡോണേഴ്സ് ഉണ്ട്. അത് ഫ്ലോട്ടിംഗ് ആണ്. അതായത് പലരും ചിലപ്പോൾ ഈ ക്യാമ്പിന് വന്നതിലൊരു 10 or 20% അടുത്ത ക്യാമ്പിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ ജോലിയുടെ തിരക്കും പലരും നാട്ടിലാവാം, കുറേ ഘടകങ്ങളുണ്ടല്ലോ. പക്ഷേ ഭയങ്കര റെസ്പോൺസാണ് ഡോണേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് കാണുമ്പോഴേക്കും ഇവിടേക്ക് നമ്മളോട് ഇങ്ങോട്ട് മെസ്സേജ് ഇടുക ചെയ്യുക, ബ്രോ ഞാൻ വരാം. അത് ഭയങ്കര ഒരു സന്തോഷമാണ്. തുടക്കകാലത്ത് ബുദ്ധിമുട്ടായിരുന്നു? ഒരിക്കലും അല്ല. കാരണം നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നൊക്കെ നമ്മളൊരു ക്യാമ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസം ഉറക്കമുണ്ടാവില്ല. ആൾ വരില്ലേ? ആൾക്കാരെ കൊണ്ടുവരണമായിരുന്നു. അതായത് ആൾക്കാരിലേക്ക് എത്തിയിരുന്നില്ല. അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഡിയാസാണ്. ഓനൊക്കെ ഓർമ്മ ഉണ്ടാവും, നമ്മൾ മുന്നത്തെ റേഡിയോയിലൊക്കെ ഉള്ളപ്പോൾ, നമ്മളൊക്കെ റേഡിയോ ഷോയിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ മെസ്സേജുകൾ അവിടെ ഉണ്ടാവും. കാരണം അന്ന് എമർജൻസീസ് കൂടുതലായിരുന്നു. അന്ന് മിക്കവാറും ദിവസം ദുബായ് ബ്ലഡ് ബാങ്കിൽ കോൺടാക്ട് പേഴ്സൺ ഞാനാണ്. എന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരാൾ എന്തായാലും കോൺടാക്ട്. ഷാർജയിൽ നമ്മുടെ സുഹൃത്താണ്, റാസൽ കൈമയിൽ വേറെ ആളാണ്. അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള എമർജൻസി കേസസ് അന്ന് കൂടുതലാണ്. കാരണം നമുക്ക് കാലത്ത് ഒരു ഇത്രയും യൂണിറ്റ്സ് വേണം. അപ്പോൾ നമുക്ക് റേഡിയോസിനെ സമീപിക്കും. പിന്നെ നമ്മളിൽ ഇത്രയും ഡാറ്റാസ് ഇല്ല, നമ്മൾ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ വിളിക്കണം, ഇരുന്നിട്ട് ഡാറ്റ നോക്കി ഇരുന്ന് വിളിച്ച് അവരുടെ ജോലി നോക്കി. ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ ഘടകങ്ങളുണ്ടല്ലോ ഇതിൽ. കാരണം അവരുടെ ജോലിയാണ് പ്രധാനം. ഒരു 1-2 മണിക്കൂർ കമ്പനിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനിയും ചിലപ്പോൾ എഗ്രി ചെയ്യും. എന്നെ സംബന്ധിച്ച് എൻ്റെ കമ്പനി ഓക്കെയാണ്, അവർക്കറിയാം നമ്മളിങ്ങനെ ചെയ്യണം. ഞാൻ അതിലേക്ക് വരാൻ പോവാണ്.
അതുപോലെ ഉണ്ണി എങ്ങനെയാണ് ഈ ആളുകളെ, ഇപ്പോൾ ആളുകൾക്ക് രക്തദാനം, ഇപ്പോൾ ഞാനൊക്കെ പലതവണ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാൽ നൂറ്റാണ്ടിനിടെ ഓൾമോസ്റ്റ് 93, 95, 100ഓളം ഇല്ല, ഇപ്പോൾ 124ാമത്തെ തവണയാണ് ഇപ്പോൾ 124 തവണ ജൂൺ സ്വന്തം 14 രക്തം കൊടുത്ത് ഒരു 124 ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അത് വലിയ ഒരു ഒരു വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഭിമാനം തോന്നുന്ന ഒരു സമയം. മറ്റാർക്കും കഴിയില്ല അങ്ങനെയൊന്നും ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് അതിനൊരു ധൈര്യം? അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കാണുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന, എന്ത് പ്രതിസന്ധി വന്നാലും വളരെ ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ, ആ ധൈര്യം എങ്ങനെ അത് സംഭരിക്കുന്നു? മാത്രമല്ല ഉണ്ണിക്കും ഉണ്ടാവും, ജീവിതമുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, പാരൻസ് ഉണ്ട്, ഇവരെയൊക്കെ നോക്കുകയും വേണം അല്ലേ? അതിനല്ലേ നമ്മളിവിടെ കഷ്ടപ്പെടാനാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ഇതൊക്കെ പറ്റുന്നതെന്നുള്ള ചോദ്യമുണ്ട്. അതായത് നമ്മുടെ ചുറ്റുമുള്ളവർ, കുടുംബമായാലും കുട്ടികളായാലും എല്ലാവരും നമ്മൾ ഇതിനോട് കാണിക്കുന്ന ഒരു താല്പര്യമുണ്ട്. കാരണം അവർ ഇപ്പോൾ മോൻ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഞാൻ രക്തം കൊടുക്കാൻ വരുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടാവും, ക്യാമ്പിന് പോകുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അവരും അതിനുള്ളൊരു സപ്പോർട്ടുണ്ട്. പിന്നെ ചുറ്റുമുള്ളൊരു ഫ്രണ്ട് സർക്കിൾ, കൊളീഗ്സ്, അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് ഭയങ്കര. കാരണം അറിയാം എന്താണ് നമ്മൾ ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തെന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് സമയങ്ങളിലും നമ്മൾ കോണ്ടാക്റ്റ് ഉള്ളത് ഒന്ന് ബ്ലഡ് ബാങ്കായിട്ട്, രണ്ടാമത്തത് പേഷ്യൻസായിട്ട്. പേഷ്യൻസ് എന്ന് പറയണത് അവരെ സംബന്ധിച്ച് എത്ര ഒരു കോണ്ടാക്റ്റുള്ള ഒരാളായാലും ഇപ്പോൾ നാളേക്കൊരു 2 യൂണിറ്റ് ഓ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പതറിയേക്കാം. അത് വേറൊരാളുടെ ശരീരത്തിലുള്ളൊരു സാധനമല്ലേ, അത് അയാൾ വന്ന് തന്ന് അത് മാച്ചായി ആൾ റെഡി ആയാലും അവിടെ വന്നിട്ട് അതിൻ്റെ ഘടകങ്ങൾ, കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും അതൊക്കെ റെഡി ആയിട്ട് വേണ്ട കൊടുക്കാൻ. അപ്പോൾ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അവിടെയാണ് നമ്മളെപ്പോലുള്ള ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മളെപ്പോലുള്ളവർ നമ്മൾ എഗ്രി ചെയ്യണം അവരുടെ അടുത്ത്, നമ്മൾ തന്നോളാം, നമ്മൾ റെഡി ആയിക്കോളാം. അവർ ആ കോൺഫിഡൻസിലാണ് സർജറിക്ക് എഗ്രി ചെയ്യണത്. ഇപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽസായിട്ട് നമുക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അതായത് പല ഹോസ്പിറ്റൽസിലും ഇവിടുത്തെ പാസ്റ്റർ ആയാലും പ്രൈം ആയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരെ അവരുടെയൊക്കെ ലാബുകളിൽ നമ്മുടെയൊക്കെ പലരുടെയും നമ്പറുകളുണ്ട്. അപ്പോൾ നോർമലി എന്താ വെച്ചാൽ ബ്ലഡ് ബാങ്കിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് റിക്വസ്റ്റ് പോവുക ചെയ്യുക. അപ്പോൾ ഒരു പക്ഷേ അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഇല്ലെങ്കിൽ, ചില നെഗറ്റീവ് ഗ്രൂപ്പൊക്കെ ചില സമയങ്ങളിലൊക്കെ കൊടുക്കാനില്ലാത്ത സമയങ്ങളിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ പറയണം, കുഴപ്പമില്ല, നിങ്ങൾ സർജറിയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഡൊണേഴ്സിനെ നമ്മളോട് എത്തിച്ചോളാം. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടോടത്ത് നമ്മളൊരു 4-5 ആൾക്കാരെ നമ്മുടെ മനസ്സിൽ കാണണം. നമ്മളെപ്പോഴും ഒരു യൂണിറ്റ് കൂടുതലാണ് കൊടുക്കാറ് എവിടെ കൊടുക്കുമ്പോഴും. കാരണം ഇൻ കേസ് വേണ്ടി വന്നാൽ, കാരണം ഇതിപ്പോൾ കൊടുത്താലും ആ സമയത്ത് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന് പ്രോസസ്സിങ് സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഉറപ്പ് നൽകി, ഉണ്ണി തന്നെ വിളിച്ച് ഓക്കെ ഞങ്ങൾ എത്തിക്കാം എന്ന് ഉറപ്പ് നൽകി, സർജറി തുടങ്ങി, എത്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന് അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ ഇത്രയും വർഷത്തിനിടയിൽ? അങ്ങനെ ഒരു ഓർമ്മ എപ്പോഴെങ്കിലും ഉണ്ടോ? ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട് ഡൊണേഴ്സ്. കാരണം ചിലപ്പോൾ ആദ്യം വന്ന 2 ആൾക്കാർ ചിലപ്പോൾ റിജക്റ്റ് ആയിട്ടുണ്ടാവും. ട്രാവലിംഗ് ഹിസ്റ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കണം, അതൊക്കെ ആയിരിക്കും. നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിന് മുന്നേ നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം ഡൊണേഴ്സ് ചിലപ്പോൾ ഒരു 50 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാവും വരിക, ഇവിടെ വന്നിട്ട് പറ്റില്ല എന്നപ്പോൾ നമ്മൾ ട്രാവലിങ്ങും പിന്നെ ടാറ്റുവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാൻ പാടില്ലേ. ടാറ്റു വെച്ച് കഴിഞ്ഞാൽ 6 മാസം വരെ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, 6 മന്ത്സ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. അതായത് ടാറ്റു അടിച്ചിട്ട് 6 മാസം വരെ ബ്ലഡ് കൊടുക്കാൻ പാടില്ല. അതൊരു പുതിയൊരു ഇൻഫർമേഷനാണ്. അതുപോലെ സർജറീസ് ഉണ്ട്. സർജറീസിൽ തന്നെ കാറ്റഗറീസ് ഉണ്ട്. ചെറിയ സർജറി ആണെങ്കിൽ ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് കൊടുക്കാം. മേജർ സർജറി ആണെങ്കിൽ അത് പിന്നെയും തീളും. അങ്ങനെ കുറേ കാറ്റഗറികൾ വരും. ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ ദുബായ് ബ്ലഡ് ബാങ്കിൽ നാട്ടിൽ പോയി ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 1 മന്ത് കഴിഞ്ഞാലേ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സാധാരണ എത്ര ദിവസം കഴിഞ്ഞാൽ ബ്ലഡ് കൊടുക്കാം? സാധാരണ ഇപ്പോൾ WHO ഇത് വെച്ചിട്ട് 57th ഡേ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെ കൊടുക്കുന്ന ഒരാളാണ് കൊടുക്കാറുണ്ട്. എല്ലാ 57 ദിവസം കഴിയുമ്പോൾ ബ്ലഡ് കൊടുക്കും. 57 ദിവസത്തിൻ്റെ അല്ല, നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ഒരു ഡൊണേഷൻ ഉണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ് അതിലാണ്. കാരണം ഡോണേഴ്സ് അത് കിട്ടാൻ സാധ്യത കുറവുള്ളതിലാണ് നമ്മൾ കൂടുതൽ കെയർ ചെയ്യാറ്. എന്തുകൊണ്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കാൻ പറഞ്ഞാൽ അതിന് പ്രൊസീജിയർ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 hour വരും. ബോഡിക്ക് പ്രശ്നം അതായത് നമ്മുടെ ബ്ലഡിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കണ്ടൻറ്റ് മാത്രം കളക്ട് ചെയ്യണം അവർ. അപ്പോൾ അതൊരു റിവേഴ്സ് ഒരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. അതായത് നമ്മളെ ബോഡിയിൽ നീഡിൽ കണക്ട് ചെയ്തിട്ട് ബ്ലഡ് ഒരു മെഷീനിലേക്ക് പോയി അതിൽ നിന്ന് വേർതിരിച്ചിട്ട് പ്ലേറ്റ്ലെറ്റ്സ് മാത്രം അവിടെ കളക്ട് ചെയ്യും. ബാക്കി എല്ലാ കമ്പോണൻറ്റും വൈറ്റ് സെൽസും റെഡ് സെൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ബോഡിയിൽ തിരിച്ച് കയറണം, പ്ലാസ്മയൊക്കെ. പ്ലേറ്റ്ലെറ്റ്സ് മാത്രം അവർ കളക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു 40-45 മിനിറ്റ്സാണ്. അപ്പോൾ ഇവിടെ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ടീം തന്നെയാണ്. ക്യാമ്പുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോഴും നമ്മൾ തുടർന്ന് പോരുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ 14th ഡേ നമുക്ക് കൊടുക്കാം. കാരണം നമ്മളെ ബോഡിയിൽ നിന്ന് എല്ലാ
കമ്പോണൻറ്റ് പോകണില്ല, പ്ലേറ്റ്ലെറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാ 14ാമത്തെ ദിവസത്തിലും പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു മാസത്തിൽ 2 വട്ടം കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെ? കൊടുക്കാറുണ്ട്. അതായത് ഒരു വർഷം പ്ലേറ്റ്ലെറ്റ്സ് മാക്സിമം 24 ടൈംസ് കൊടുക്കാമെന്ന് പറയും. ഈ ജീവിതത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു, കാരണം എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവും തോന്നുന്നു. കാര്യം എങ്ങനെയാണ് മനസ്സ് വരുന്നത്? കാരണം മനുഷ്യർ സ്വാർത്ഥരാണ്. സ്വന്തം ശരീരത്തിൻ്റെ ബ്ലഡ്, അതും ഈ പറഞ്ഞ 14 ദിവസമോ 57 ദിവസമോ എണ്ണി കാത്തിരുന്ന് കൊടുക്കാനുള്ളൊരു മനസ്സ്, അത് മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഓക്കെ ഫൈൻ ചെയ്തു. പക്ഷേ ഈ 4 നൂറ്റാണ്ടിലധികമായിട്ട് ഇത് 25 വർഷമായിട്ട് തുടരുകയാണ്. എങ്ങനെ പറ്റുന്നു അത്? അതിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു തോന്നൽ എന്താണ്? എന്ത് സുഖമാണ് ഉണ്ണിക്ക് കിട്ടുന്നത് ഇതിലൂടെ? നേരത്തെ പറഞ്ഞു തന്നെയാണ് അത്. അതായത് നമ്മൾ കൂടുതൽ കോണ്ടാക്ട് ചെയ്യണത് പേഷ്യൻസാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യണത്. എനിക്കും നമ്മളെ ടീമിലുള്ള പലർക്കും പേഷ്യൻസിൻ്റെ ഒക്കെ കരഞ്ഞിട്ടുള്ള കോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ പേഷ്യൻസ് തന്നെയായിരിക്കും ബൈസ്റ്റാൻഡേഴ്സ്. ചിലപ്പോൾ ബാച്ചിലറായിട്ട് താമസിക്കുന്നവരാവും. കാരണം അവരോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ 3 യൂണിറ്റ് ബ്ലഡ് തന്നാലേ നാളെ സർജറി നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്ലെസ് ആണ്. ബ്ലഡ് ബാങ്കിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവിടെ ബ്ലഡ് കുറവാണെങ്കിൽ അവർ പറയും ഡൊണേഴ്സിന് അറേഞ്ച് ചെയ്യാൻ പറയും. ഇവിടെ മാക്സിമം കേസുകളിലൊക്കെ ഹോസ്പിറ്റലും ബ്ലഡ് ബാങ്കുമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യും. കാരണം സഫീഷ്യൻറ്റ് സ്റ്റോക്ക് ഉണ്ടാവും. ചില സമയങ്ങളിൽ ഇപ്പോൾ കോവിഡ് സമയത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ മഴയേറെ പ്രശ്നം വന്നപ്പോൾ ഈ ഡെങ്കു കാര്യങ്ങൾ വന്നിട്ട് പ്ലേറ്റ്ലെറ്റ്സിന് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് കുറച്ച് മാസങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ മൊബൈൽ യൂണിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതായത് നമുക്ക് അറിയാം എന്താണ് അവിടെ സംഭവിക്കാൻ പോണത്. രക്തം കിട്ടിയില്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ പോണത്, കാരണം നമ്മളെപ്പോഴും ഹോസ്പിറ്റൽസിനായിട്ടും ഒക്കെയുള്ള കണക്ഷൻസ് വെച്ച് നമുക്കറിയാം എന്താ ഉണ്ടാവാൻ പോകണമെന്നുള്ളത്. അപ്പോൾ അതാലോചിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ഒന്നുമല്ല. കാരണം നമുക്ക് ചിലപ്പോൾ കുറേ ഫോൺ കോൾസ് വിളിക്കണമായിരിക്കാം. ചിലപ്പോൾ ഞാൻ ഒഴിവില്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വളണ്ടിയർ പോയിട്ടാവും ആളെ പിക്ക് ചെയ്തിട്ട് കൊടുത്തിട്ട് ഡൊണേറ്റ് ചെയ്യിക്കാം. ചിലപ്പോൾ ഡോണർക്ക് വേണ്ട സൗകര്യങ്ങൾ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കണമായിരിക്കാം. ഇതൊന്നും നമുക്ക് കിട്ടുന്ന സന്തോഷത്തിനായിട്ട് മേലെയല്ലാന്ന്. അതായത് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു 250-300 ആൾക്കാർ ഒരു ക്യാമ്പ് നടത്തിയിട്ട് ഫുൾ ടയർഡായിരിക്കും. കാരണം നമ്മുടെ ടീമൊക്കെ കാരണം കാലത്തോട്ട് ഇതിൻ്റെ പിന്നിലാവും. ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരും, ഡോണറെ വിളിക്കേണ്ടി വരും, വന്നവർക്ക് വേണ്ടത് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ് പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. അല്ല, ഞാനത് എത്രയോ ക്യാമ്പുകളിൽ പങ്കെടുത്ത ഒരാളാണ്. നിങ്ങളുടെ ക്യാമ്പുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതെ, ഇത്രയും ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു സന്തോഷവും ആവേശവും കാണുമ്പോൾ ടീമിനെ മൊത്തം അഭിനന്ദിക്കുകയാണ്. BDKയുടെ ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ അമരക്കാരനാണ് ഉണ്ണിയെങ്കിലും ഉണ്ണിയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത്. അവരുടെ അതെങ്ങനെയാണ് ആ ഒരു സംഘാടനം, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരേ മനസ്സ്, കാരണം പല താല്പര്യവും പല വികാരങ്ങളുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് അതെങ്ങനെ പറ്റുന്നു? അതായത് ഇതിൽ ഇപ്പോൾ ഒരാളുടെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും അയാൾ ഒരുപാട് നല്ല മനസ്സുള്ള ഒരാളായിരിക്കാം. കാരണം നമ്മളൊരിക്കലും ഒരാൾ ലീഡ് ചെയ്ത് അങ്ങനെയല്ല, എല്ലാവരും വളണ്ടിയേഴ്സാണ്. നമ്മൾ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകാറുള്ളത്. കാരണം എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഡോണേഴ്സ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് പ്ലേറ്റ്ലെറ്റ്സ് കൊടുത്ത് അടുത്ത 14 ദിവസം കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുവരെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. എന്ത് വെച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡോണേഴ്സ് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, മുന്നോട്ട് വരാത്തവർ. അവരാണ് ശരിക്കും ശക്തിയല്ലേ? നമ്മളെപ്പോഴും പറയാം ഡോണേഴ്സാണ് നമ്മളെ ഹീറോസ് എന്ന് പറയാം. കാരണം അതാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു 40 ആൾ 50 ആളുണ്ടെങ്കിൽ വിചാരിച്ച് ഒന്നും നടക്കില്ല. കാരണം ഇപ്പോൾ ദുബായ് ബ്ലഡ് ബാങ്കിൽ നമ്മളൊരു വർഷം കൊടുക്കുന്നത് ചിലപ്പോൾ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കൊടുത്ത 5000+ യൂണിറ്റ്സാണ് ഒരു വർഷം നമ്മുടെ ഭാഗത്തുനിന്നുള്ള. BDKയുടെ ഭാഗത്ത് മാത്രം സാധാരണ 2000-3000 ഒക്കെ വരാറുള്ളൂ. പക്ഷെ കോവിഡ് സമയത്ത് നമ്മൾ ഓർമ്മ ഉണ്ടല്ലോ, അന്ന് അത്രയും ക്യാമ്പുകളാണ് സാധാരണ പറഞ്ഞ പോലെ ക്യാമ്പായിരുന്നല്ലോ. കോവിഡ് സമയത്ത് ഒരു പ്രത്യേകത വെച്ചാൽ ഫസ്റ്റ് സമയങ്ങളിൽ ഇപ്പോൾ നമ്മളൊക്കെ പേടിച്ചിരിക്കുന്നതാണ്, ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബ്ലഡ് ബാങ്കിൽ നിന്ന് നിരന്തരമായിട്ടുള്ള കോണ്ടാക്ട് കണ്ടപ്പോൾ മനസ്സിലായി, നമ്മളല്ലെങ്കിൽ പിന്നെ ആര്, നമ്മളെപ്പോലുള്ള ഒരാൾ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ആര്? അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അവിടെ അതിൻ്റെ അപ്പുറം സംഭവിക്കാൻ പോകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം അന്ന് പ്ലാസ്മ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കോവിഡ് വന്ന് മാറിയവരെ പ്ലാസ്മ എടുത്തിട്ട് കൊടുക്കണം. എനിക്ക് അതിൻ്റെ മെഡിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയില്ല, എന്നാലും അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നു. അപ്പോൾ കോവിഡ് വന്ന് മാറിയവരെ പ്ലേറ്റ്ലെറ്റ്സ് കൊടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. കാരണം അവർ ഓൾറെഡി ടയർഡാവും, പേടിച്ചിരിക്കും. അത് കൊടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിനും തയ്യാറായിട്ട് ഒരുപാട് പേര്. ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ ഭയങ്കര പ്രശ്നമാണെന്ന് ഡൊണേഴ്സിന്. പിന്നെയെന്ന് വെച്ചാൽ ആൾക്കാർ നമ്മളങ്ങോട്ട് വിളിക്കണം എന്നാൽ ക്യാമ്പ്. കാരണം മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ക്യാമ്പുകൾ ചെയ്യണം. ഇപ്പോഴും ക്യാമ്പ് എപ്പോഴാണ് ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? ഒരുപാടുണ്ട് ഡോണേഴ്സ്. മടിയില്ല ഇപ്പോൾ ആൾക്കാർക്ക്? പണ്ട് കാലത്ത് വലിയ പേടിയായിരുന്നല്ലോ ഈ ബ്ലഡ് കൊടുക്കുക എന്നുള്ളത്. ഇതിലേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഭവം, കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു പോസിറ്റീവിനെയായിട്ടും കൂടുതൽ നെഗറ്റീവ് കാണുന്ന ഒരു സ്ഥലമാണ്. കാരണം അങ്ങനെയാണ് കണ്ടില്ല. ഉണ്ണിയതിൻ്റെ പോസിറ്റീവാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടോ
അത് യൂസ് ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഇല്ലെങ്കിൽ എന്നെ അറിയാം, ചാവക്കാട് പ്രദേശത്ത് കുറച്ച് പേരറിയാം. ചാവക്കാടുള്ളതിൽ പോലും പലരും എന്നെ അറിഞ്ഞത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ ശരിക്കുള്ള പേര് ഷിജിത്ത് എന്നാണ്, അച്ഛൻ്റെ പേര് വിദ്യാസാഗർ, ഷിജിത്ത് വിദ്യാസാഗർ. ഉണ്ണി എന്നുള്ളത് എങ്ങനെയാണ്? ഉണ്ണി എന്നുള്ളത് തന്നെ വീട്ടിൽ വിളിക്കണ പേരാ. ഇപ്പം എൻ്റെ കമ്പനിയിലെ MD വരെ അങ്ങനെ വിളിക്കാം. എനിക്കത് എനിക്കിപ്പോഴാണ് അറിയുന്നത്. കാരണം ഞാൻ ഉണ്ണി ബ്രോ എന്ന് വിളിച്ച് പരിചയം. ഉണ്ണി പുന്നാര എന്നാണ് പരമാവധി കേട്ടിരിക്കുന്നത്. പുന്നാര എന്ന് പറയണത് മോളെ ഞാൻ വിളിച്ചിരുന്ന പേരാ. പുന്നാര മോളുണ്ടായപ്പോൾ പുന്നാര അങ്ങനെ ഞാൻ വിളിച്ചിരുന്ന പേരാ. അപ്പം എൻ്റെ ഇമെയിൽ IDയിൽ അങ്ങനെ ആ ഒരു ഇമെയിൽ ID ഉണ്ടാക്കി, FB അക്കൗണ്ട് ഉണ്ടാക്കി, ഉണ്ണി പുന്നാര എന്നുണ്ടാക്കി. അങ്ങനെയാണ്ട് പിന്നെ അങ്ങനെ ആയത്. അപ്പോൾ ഉണ്ണി പുന്നാര എന്ന് പറയുന്ന ഒരു അപരനാമമാണ് ശരിക്കും, ജിത്താണ് ശരിക്കും. ഞാൻ എപ്പോഴും പറയാൻ കള്ളപ്പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് അറിയാം. ഉണ്ണി ഇപ്പോഴും ആളുകൾക്ക് പേടിയുണ്ട്. അതായത് രക്തം നൽകുന്നത് ബുദ്ധിമുട്ടാണോ, കാരണം എന്തെങ്കിലും പ്രശ്നം വരുമോ? കാരണം എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്. ഒരു മീഡിയയിലുള്ള സമയത്ത് നമ്മളൊക്കെ ഇപ്പോഴും ചോദിക്കും ആൾക്കാർ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന്. അത്തരത്തിലുള്ള പ്രേക്ഷകരോട് എന്താണ് ഉണ്ണിക്ക് പറയാനുള്ളത്? നമ്മളെ അവിടെ എത്തണ വരെ അതൊക്കെ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളവിടെ ചെന്നു ഒരു വട്ടം നമ്മൾ ഒരുപാട് നിർബന്ധിച്ച് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് പല പ്രാവശ്യം വരില്ല എന്ന് പറഞ്ഞിട്ട് വന്നവരെ നമ്മൾ കൊണ്ടുപോയി അങ്ങനെയുള്ളവരെ അടുത്ത് നമ്മളോ ഞാനോ അല്ലെങ്കിൽ നമ്മൾ വളണ്ടിയേഴ്സോ ഉണ്ടാവാറുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇറങ്ങണ സമയത്ത് നമ്മളോട് പറയാറുണ്ട് ടൈം ആകുമ്പോൾ പറയണം കേട്ടാന്നുള്ളത്. അത് മടിയോടെ വന്നിട്ട് കാരണം ഒന്നുമില്ല, അത് ആ സൂചി കുത്തണ ഒരു വേദനയ്ക്ക് അപ്പുറത്ത് ഒരുപാട് വേദനകൾ അനുഭവിക്കണവരാണ് അപ്പുറത്ത്. അതും ഒരു ജീവനല്ല. ബ്ലഡൊക്കെ ഒരു പ്രാവശ്യം നമ്മളൊരു യൂണിറ്റ് കൊണ്ട് 3 ആൾക്കൊക്കെയാണ് സെർവ് ചെയ്യാൻ പറ്റുന്നത്. അത് സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലാസ്മയായിട്ട് യൂസ് ചെയ്യാം. അത് അപ്പോൾ ഒരു 3 ജീവൻ രക്ഷിക്കുകയാണ് നമ്മുടെ ഒരു 10-15 മിനിറ്റുകൾ. നേരത്തെ ബ്രോ പറഞ്ഞല്ലോ എന്താ സന്തോഷം എന്നുള്ളത്. ഇതാണ് കാരണം. അത് ഒരാളുടെ അല്ല, അയാളുടെ ഫാമിലി, അയാളെ ആശ്രയിച്ച് കഴിയണവർ ഒരുപാടുണ്ട്. അന്ന് ഇപ്പോഴും പലരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ളവരുണ്ട്. കാരണം അന്ന് പല എന്താ പറയുക സഹായം കിട്ടിയിട്ടുള്ളവർ, അതായത് ബ്ലഡ് കിട്ടിയിട്ടുള്ളവരൊക്കെ പലരും നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് പല സമയങ്ങളിലായിട്ട്. അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. കാരണം കോവിഡ് സമയത്തൊക്കെ പറഞ്ഞാൽ മരണത്തിൽ നിന്നാണ് ഇങ്ങോട്ട് തിരിച്ചു പോരണതേ. ഈ പ്ലാസ്മയുടെ കേസൊക്കെ പറഞ്ഞത് ഭയങ്കര ടൈറ്റാണ് വന്ന് കിട്ടാൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പറഞ്ഞ് സമ്മതിച്ചാൽ ചിലപ്പോൾ അവർ ഫാമിലി സമ്മതിക്കില്ല. കാരണം കോവിഡിൽ നിന്ന് അവർ പോകുന്നു, പിന്നെ ഇത് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈവൻ ഞാൻ ആദ്യത്തെ കൊടുക്കുമ്പോഴും ഞാൻ എൻ്റെ അമ്മോട് പറയാണ്ട പോയത്. അല്ല ഇപ്പോഴും അങ്ങനെയുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ബ്ലഡ് കൊടുത്തൊരു ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ പറയും നീ വീണ്ടും, അവർക്കത് പേടിയാണത്. അങ്ങനെ ഒരുപാട് രക്ഷിതാക്കൾക്ക് പേടിയുള്ള രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവരോട് ഉണ്ണിക്ക് പറയാനുള്ളത് എന്താണ്? നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക ഒരുപാട് ഇപ്പോൾ ചാരിറ്റി ആയാലും സഹായങ്ങളായാലും ഒക്കെ ഓരോരുത്തർ പലർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് പൈസയായിട്ട് കൊടുക്കാം, ഭക്ഷണമായിട്ട് കൊടുക്കാം. ഇത് നമ്മൾ കൊടുക്കുന്ന ജീവനാണ്. കാരണം അതെന്നും ഇപ്പോൾ നമ്മളെ ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലത്തെ ഒരു കുട്ടീൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. ആളെ മോളുടെ തലയിൽ നാളികേരം വീണു നാട്ടിൽ. ഞാൻ ചെറുപ്പത്തിലുള്ളപ്പോഴാണ്. അപ്പോൾ നമ്മളിത് അറിഞ്ഞു, നേരെ അമല ഹോസ്പിറ്റലാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അന്ന് ഞാനിതുപോലെ കൊടുത്തു ബ്ലഡ്. കാരണം മോൾക്ക് വേണമായിരുന്നു ബ്ലഡ്. തലയിൽ തേങ്ങി വീണു. ആളിപ്പോൾ ഡോക്ടറാണ് കേട്ടോ കുട്ടി. ജീവിതകാലം മുഴുവൻ എപ്പോഴും അവരുടെ അച്ഛനും എൻ്റെ ഫ്രണ്ടും ആളുടെ ഭാര്യയും പറയുന്നത് നിങ്ങൾ രണ്ടാളും ചോര ഒന്നാന്ന് പറയും. അത് അതിൽ നിന്ന് മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ലല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് വേറെ ഒന്നിലും കിട്ടില്ല. അത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചൊരു നിമിഷം, അതായത് ഒരു ഫോൺ കോൾ കൊണ്ട് ഉണ്ണി തന്നെ കരഞ്ഞു പോയൊരു സമയം, അതായത് ഏതെങ്കിലും പേഷ്യൻ്റ് ഇവിടുത്തെ അനുഭവത്തിൽ, ജീവിതാനുഭവത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. പക്ഷേ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം പറയാം. ഇവിടെ നമ്മളൊരു ഇന്ത്യൻ കുട്ടി തന്നെയാണ്, ഗോവയാണ് അവർ അച്ഛൻ, റാമാക്സിലാണ്ട് വർക്ക് ചെയ്യണതാണ്. ആ കുട്ടിക്ക് ഇതുപോലെ എന്തോ ഒരു സുഖമില്ലാണ്ട് വന്നു, പനി സംബന്ധമായിട്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ സിറ്റി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ നിരന്തരമായിട്ട് നെഗറ്റീവ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. നിരന്തരമായിട്ട് ബ്ലഡ് വേണമായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് വേറെ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്കാണ്ട് മാറ്റി. നമ്മൾ ഫുൾ ടൈം, അതായത് അവരോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഇതായിരുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് അന്നത്തെ അറിയാണ്ട് ആൾക്കാർ അന്നത്തെ ഒരു പോസ്റ്ററിൽ ഡേറ്റ് വെച്ചില്ല അവർ, ആ ഒരു മിസ്റ്റേക്ക് കൊണ്ട്. അപ്പോൾ അന്ന് അവരോട് ആ കുട്ടിയുടെ അച്ഛനോട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ബ്ലഡിൻ്റെ കേസിൽ നിങ്ങൾ നോക്കണ്ട, അവിടെ ഉണ്ടായിരിക്കും. ആ കുട്ടിയുടെ പേരിൽ നമുക്ക് റിസർവ് ചെയ്യാം. അപ്പോൾ ആ കുട്ടിയുടെ പേരിൽ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ആ ബ്ലഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുട്ടിക്ക് ജീവിക്കാൻ പറ്റിയില്ല, അതായത് മരിച്ചുപോയി. അതിൻ്റെ ഫ്യൂണറൽ കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടാണ്. അത് എപ്പോഴും ഓർക്കാൻ പറ്റാത്തൊരു പറയുമ്പോൾ തന്നെ കണ്ണ് നിറയും. ഇങ്ങനത്തെ അനുഭവങ്ങളാണോ ഉണ്ണിക്ക് ജീവൻ നൽകുന്നത്? തീർച്ചയായിട്ടും. കാരണം ഉണ്ണി എങ്ങനെയാണ്, കാരണം ഇത്തരത്തിലുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അതായത് ആ ഒരു കുഞ്ഞ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെ കുഞ്ഞായിട്ട് ചിലപ്പോൾ ഉണ്ണി കാണുന്നുണ്ടാവുമായിരിക്കും.
ഇതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള കോളുകളും വിളികളും ഒക്കെ അതെങ്ങനെ നമുക്കതിനെ ഇനി ആ ഒരു യാത്രയെ നമുക്കിനി സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ ബ്ലഡിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് കാണാൻ പോയതാണ്. അതായത് നമുക്ക് അറിയണമായിരുന്നു, അത് റിയലൈസ് ചെയ്യണം അത് കുട്ടിയുടെ. കാരണം പിന്നെ പാരൻസിന് കൊടുക്കണം, അവർ അച്ഛനൊക്കെ ആയിട്ട് അത്രയും നമ്മൾ കോൺടാക്റ്റിലുണ്ടായിരുന്നു. കാരണം അവരതുവരെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ വിളിച്ചിടുന്നത് അങ്ങനെയാണ്. ഈ ഒരു കേസ് നമ്മൾ പാട്ട് എടുത്തോട് കൂടിയിട്ട് അവർക്ക് ആ ഒരു ടെൻഷനില്ല. അത് തീർച്ചയായിട്ടും ജബലാലിയിലായിരുന്നു കുട്ടിയുടെ, ജബലാലി സെമിത്തേരിയിലായിരുന്നു നമ്മൾ പോയി കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ, അതായത് പല സമയങ്ങളിലും ഓൾമോസ്റ്റ് കേസുകളിലും നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുത്ത പിന്നെ അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ കൂടെ അങ്ങോട്ട് അവർ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിനപ്പുറത്ത് പിന്നെ അതിന് പിന്നാലെ പോകാറില്ല. വേറെ ഒന്നുമല്ല, അതായത് നമ്മളൊരു സഹായം ചെയ്തു അവർക്ക് തോന്നാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മളൊരു ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായങ്ങൾ പല സമയങ്ങളും വരാറുണ്ട്. പല സമയത്തും ആ നമ്പർ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. കാരണം അവർക്ക് തോന്നരുത് നമ്മളെ നിന്ന് അവർ സഹായം സ്വീകരിച്ചിട്ട് അങ്ങനെ ചിന്തിക്കണവരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് കൂടുതൽ കോൺടാക്റ്റുകൾക്ക് പോകാറില്ല. അവരോട് എപ്പോഴും പറയാറുണ്ട് എന്താവശ്യങ്ങളുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ പറയാറുണ്ട്. അല്ലാതെ അത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. എന്നോടൊക്കെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ബ്രോ എന്തുണ്ടെങ്കിലും പറയണം, എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. അതൊരു ധൈര്യമാട്ടോ ഉണ്ണി. കാരണം ഇവിടെ ആരും ഇല്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രവാസികൾക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു ധൈര്യമാണ്. ഉണ്ണിക്ക് ഈ ധൈര്യം തരുന്ന കുടുംബം എത്രമാത്രം സപ്പോർട്ടാണ്, ഭാര്യയായാലും മക്കളായാലും അതുപോലെ തന്നെ തൊഴിലിടത്തിലുള്ള. കാരണം ഇവിടെ ജോലിക്ക് വന്ന ആളാണ് ഉണ്ണി. വലിയൊരു ബിസിനസ്സുകാരനോ വലിയ വളരെ റിച്ചായിട്ടുള്ളൊരു മനുഷ്യനോ അല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാധാരണ ഒരു ജോലിക്കാരനാണ്. എനിക്ക് തോന്നുന്നല്ലേ ഓട്ടോമൊബൈൽ ജോലിയായിട്ട് വന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരു ജോലിക്ക് വന്ന് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കുടുംബത്തിലും ഇവിടുത്തെ തൊഴിലിടത്തും തരുന്ന സപ്പോർട്ട് എത്രമാത്രമാണ്? ഞാനിവിടെ തുടങ്ങിയത് ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിലാണ്. ചെറിയൊരു ശമ്പളത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് തുടങ്ങി, അവിടെ നിന്നിട്ട് ലൈസൻസ് എടുത്തു. പിന്നെ വേറൊരു കമ്പനിയിൽ മാറി. അത് മറ്റേ ക്രെയിൻ സർവീസസിൻ്റെയൊക്കെയാണ്, റിക്കവറി അങ്ങനത്തെയായിരുന്നു. അതിൽ കുറച്ച് ഒരു 4 വർഷം ജോലി ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ ജോലിയാണ് കാർച്ചർ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ജർമ്മൻ മാനേജ്മെൻറ്റാണ്. അത് ക്ലീനിങ് മെഷീനറീസിൻ്റെ മാനുഫാക്ചേഴ്സാണ്. അതിൻ്റെ മിഡിൽ ഈസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സാണ് ഇവിടെ. ഞാനിപ്പോൾ ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ എല്ലായിടത്തെയും ട്രെയിനിങ് കാര്യങ്ങൾ ഞാൻ നോക്കണത്. അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. ജർമ്മൻ മാനേജ്മെൻറ്റ് ഫീൽഡിലുണ്ടാവും. അതെ അതെ. കാരണം അറ്റ്ലീസ്റ്റ് നമുക്ക് ഫോൺ എടുക്കാൻ പറ്റണം, ഫോണിന് ആൻസർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മളിവിടെ വന്നിരുന്നപ്പോൾ 1-2 കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം രാവിലെ വന്നപ്പോൾ ഒരു കോഴിക്കോടത്തെ ഒരു കേസായിട്ട് വന്നു. അപ്പോൾ അതുപോലത്തെ എപ്പോഴും നമുക്ക് വന്നോട്ടെ, അറ്റ്ലീസ്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതായത് അയക്കണ ആൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാവും നിൽക്കണ്ടാവും. അവർക്കറിയില്ല ഞാൻ എവിടെ നിൽക്കുന്ന ജോലി, അതൊന്നും പ്രശ്നങ്ങളല്ല. ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ കിടപ്പുണ്ട്. അതിനായിട്ടും വലിയ പക്ഷെ നമ്മൾ ചിലപ്പോൾ അതിനായിട്ടും നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാവും. ചിലപ്പോൾ ഒരു ടീം ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ, നമ്മൾ ട്രെയിനറായിട്ട് നിൽക്കുമ്പോൾ ചില സമയങ്ങളിൽ കസ്റ്റമർ അപ്സെറ്റ് ആവും. അങ്ങനത്തെ സമയങ്ങളുണ്ടാവും. പക്ഷെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ 100% സപ്പോർട്ടാണ്. അതിലൊരു തെളിവ് എന്താ വെച്ച് കഴിഞ്ഞപ്പോൾ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഒരു ക്യാമ്പ് കമ്പനി ചെയ്യുന്നുണ്ട്. അതായത് അവർ ഇപ്പോൾ നമ്മളെ ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നമുക്കൊരേ വർഷം ഒരേ മൊബൈൽ യൂണിറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 4 നമ്മുടെ ഒരു ക്യാമ്പ് കഴിഞ്ഞു. അടുത്ത വർഷം ചെയ്യണമെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞെടുക്കാം. HR ആയാലും നമ്മുടെ VP ആയാലും എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കുടുംബം ഏറ്റവും ഫാമിലിയുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഭയങ്കര വലുതാണ്. വൈഫ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് ഒരുമിച്ച്, നാട്ടിലൊരുമിച്ച് ഡൊണേറ്റ് ചെയ്യുമ്പോൾ. മക്കളൊക്കെ 18 വയസ്സിൽ കൊടുക്കും ഉറപ്പായിട്ടിരിക്കുന്നവരാണ്. ഉണ്ണി, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് UAE വാർത്ത എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന് ഉണ്ണിക്ക്, എനിക്കറിയാം ഇത് ഉണ്ണിയുടെ കൂടെ പ്രസ്ഥാനമാണ്, സ്ഥാപനമാണ് UAE വാർത്ത. ഞാൻ എന്നും പറയാറുണ്ട്, അത് വെറും വാക്കല്ല പ്രിയപ്പെട്ടവരെ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ച് നിൽക്കുന്നത് നിങ്ങളെപ്പോലത്തെ നമ്മളെല്ലാം ചേർന്ന് നിൽക്കുന്നുകൊണ്ടാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മീഡിയ സ്ഥാപനം എന്ന രീതിയിൽ, ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവും, ഞങ്ങളുടെ സ്ഥാപനത്തിലെ ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഉണ്ണി, എന്ത് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം മീഡിയ എന്നുള്ളൊരു ഘടകമില്ലെങ്കിൽ BDK UAE എന്ന് പറഞ്ഞ സംഭവം ഒരു പക്ഷേ തുടക്ക സമയങ്ങളിലത്തെ പോലെ തന്നെ എപ്പോഴും നിന്നായിരുന്നു. കാരണം നമ്മളെ ആൾക്കാരറിഞ്ഞതും നമ്മൾക്ക് ഇങ്ങനെ രക്താവശ്യം ഉണ്ടെന്ന് നാട്ടുകാരിൽ അറിഞ്ഞതും ഇവിടെ ഉള്ളവരൊക്കെ അറിഞ്ഞത് മീഡിയാസ് ത്രൂ ആണ്, ബ്രോ ഉൾപ്പെടെ ഉള്ളവർ. കാരണം ഞാനൊക്കെ ഒരു സമയത്തൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞതിൽ പറഞ്ഞു വിചാരിക്കണം, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് തന്നെ തോന്നുന്നു എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ
പക്ഷേ നിങ്ങളൊക്കെ ചിരിച്ചിട്ടാണ് നമ്മളോട് റിപ്ലൈ ചെയ്യാറില്ല. കാരണം അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇയാൾക്കൊരു മടുപ്പില്ല സത്യം വിചാരിക്കാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് താങ്കളെ മുന്നിൽ കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. കാരണം ഇതിനൊരു മടുപ്പ് തോന്നിട്ടില്ല, അതിൻ്റെയൊക്കെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിനി ഒരു ലോങ് ടേം, കാരണം ഞങ്ങൾ എന്തിനും നിങ്ങളോടൊപ്പം തയ്യാറാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഏത് തരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ക്യാമ്പുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറയുമ്പോൾ എൻ്റെ സർക്കിളിലവരെ കാണുന്നുള്ളൂ, അവരെ രക്തദാനത്തിന് വരുന്നുള്ളൂ. അപ്പോൾ ബ്രോ പറയുമ്പോൾ ലക്ഷങ്ങളിലേക്ക് എത്തും, UAE വാർത്ത കാണുന്നവരിലേക്കൊക്കെ എത്തും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, നമുക്കും സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ഒരുപാട് ജീവനുകൾ ഇനിയും രക്ഷിക്കാറുണ്ട്. കാരണം ഇപ്പോഴും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരിൽ ഒതുങ്ങി നിൽക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, രക്തദാനം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. കാരണം എൻ്റെ വീട്ടിൽ ആവശ്യം വന്നാൽ പോലും അവിടെ കോർഡിനേറ്റർ ഉണ്ട്, അവരെ വിളിച്ചാൽ അറേഞ്ച് ചെയ്യും, അതല്ല വേണ്ടത്. അതായത് നമ്മളെ സർക്കിളിലുള്ളതിലേക്കെങ്കിലും വേണ്ട രക്തം നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇപ്പം എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഫ്രണ്ട്സിനോ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രക്തക്ഷാമം എന്ന് പറഞ്ഞ പ്രശ്നമല്ല. ഇപ്പോഴും കേൾക്കാറുണ്ട് ലോകത്തിൽ പല സ്ഥലങ്ങളിലും രക്തം കിട്ടാതെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാലഘട്ടത്തിലൊക്കെ വലിയൊരു പ്രശ്നമാണത്. അത് മാറണം. അപ്പോൾ തീർച്ചയായിട്ടും UAE വാർത്ത പോലത്തെ സപ്പോർട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സപ്പോർട്ട് വേണം. നമുക്ക് ഒരുമിച്ച് ക്യാമ്പുകൾ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാം. അതിന് സപ്പോർട്ട് എന്തായാലും വേണം. VDK UAE എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് ഒരു തർക്കമില്ല. ഞാനല്ല, എൻ്റെ ടീം തന്നെ ഒരുമിച്ചുണ്ടാവും. എപ്പോഴും എന്ത് കാര്യത്തിനും രക്താവശ്യങ്ങൾക്കൊക്കെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ടേ നമ്മളെ ടീം ഉറങ്ങുള്ളൂ. അത് തീർച്ചയായിട്ടും ഉറപ്പാണ്. എന്തായാലും ഉണ്ണി അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്താർക്കും രക്തത്തിന് വേണ്ടി ക്ഷാമം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കുക എന്നുള്ളതാണ് BDKയുടെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഉണ്ണിയും ടീമും പ്രവർത്തിക്കുന്നത്. മാത്രമല്ല രക്തത്തെ, അതായത് ഒരു ചെറിയ സർക്കിൾ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് രക്തദാനത്തിലൂടെ ഒരു ജീവനെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. വളരെ നന്ദി ഉണ്ണി, ഇത്രയും നേരം വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് ഞങ്ങളോട് സംസാരിച്ചതിന്, ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന്. ഉണ്ണിയുടെ യാത്രയിൽ ഞങ്ങളും ഒപ്പം ഉണ്ടാകും. വളരെ നന്ദി.